ലാൽ കൃഷ്ണൻ ചേരുന്നു. പാലാ നഗരസഭയുടെ കാര്യം പറയുകയാണ്. ലാൽ, ഈ തേങ്ങ ഉടക്കി സ്വാമി എന്ന് ഈ പുളിക്കക്കണ്ണൻ കുടുംബത്തോട് ആരെങ്കിലും ഒന്ന് പറയുമോ? ഇപ്പോഴും അവർ പറയുന്നില്ല എന്താണ് അവരുടെ ഉള്ളിലിരിപ്പെന്ന്. സസ്പെൻസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ് പുളിക്കക്കണ്ടം ഫാമിലി ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. LDFും UDFും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ ആ പോസ്റ്റ് ഏത് പോസ്റ്റിലേക്കായിരിക്കും ആ ഗോൾ അടിക്കുക എന്നുള്ളതാണ് ആകാംക്ഷയായിട്ട് ഏറ്റവും അവസാനം വരെ നിലനിൽക്കുന്നത്. കേരള കോൺഗ്രസിന് നിർണായകമായ തീരുമാനമെടുക്കാമെന്നുള്ളതാണ് LDFിൽ അവസാനം എടുത്ത തീരുമാനം. ഇന്ന് വൈകിട്ട് അവർ കോർ കമ്മിറ്റി ചേരുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ പുളിക്കക്കണ്ടത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉന്നയിക്കുന്ന ക്ലെയിം എത്ര വലുതായിരിക്കും എന്നതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട്. വേണ്ടി വന്നാൽ പ്രതിപക്ഷത്തിരുന്നാലും തെറ്റില്ല എന്നുള്ളതാണ് LDF എടുക്കുന്ന നിലപാട്. മാത്രമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച അതായത് കോൺഗ്രസിന് വിമതയായിട്ട് ജയിച്ച മായയെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ 13 സീറ്റ് എന്തൊക്കെ വന്നാലും LDFിന് കിട്ടും. നേരെ മറിച്ച് പുളിക്കക്കണ്ടം ഫാമിലി UDFിനൊപ്പം പോയാൽ അവർക്കും 13 ആയിരിക്കും. അങ്ങനെ വന്നാൽ ഒരു നറുക്കെടുപ്പിലേക്ക് പോകും. ആ നറുക്കെടുപ്പിൽ എന്തായിരിക്കും ഒന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കാം എന്ന്. വേണ്ടി വന്നാൽ അത്തരം നിലപാടിലേക്ക് പോയാലും തെറ്റില്ല എന്നുള്ളതാണ് LDF കണക്കുകൂട്ടുന്നത്. കാരണം 3 പേരെ ഒരുമിച്ച് പുളിക്കക്കണ്ടം വരികയാണെങ്കിൽ 3 പേരെ ഒരുമിച്ച് LDFിലേക്ക് എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ക്ലെയിം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കാം ഒരു സാധ്യതയുണ്ട്. 3 പേർക്കും വലിയ സ്ഥാനങ്ങൾ വേണ്ടിവരും എന്ന കാര്യമാണ് LDF കണക്കുകൂട്ടുന്നത്. അങ്ങനെ എല്ലാം വിട്ടൊഴിഞ്ഞ് ഒരു അധികാര സ്ഥാനത്തിലേക്ക് കസേരയ്ക്ക് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി അടക്കമെടുത്ത തീരുമാനം. വേണ്ടി വന്നാൽ പ്രതിപക്ഷത്തിരുന്നാലും തെറ്റില്ല. പക്ഷേ കഴിയുന്നത്ര കോംപ്രമൈസിന് തയ്യാറാവുക എന്നൊരു നിലപാടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നിലപാട് വളരെ നിർണായകമായിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിനകത്ത് നിഷ്പക്ഷ സ്ഥാനാർത്ഥിയായി ക്ഷമിക്കണം റിബൽ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച മായയുടെ നിലപാട് വളരെ നിർണായകമാണ്. കാരണം മായ അടക്കം 4 സ്വതന്ത്രർ UDFിനൊപ്പം പോയാൽ മാത്രമേ UDFിന് നഗരസഭ പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. സ്വാഭാവികമായിട്ടും വിമതയായി മത്സരിച്ചതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് അവർ അനുഭാവം കാണിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. മായയെ മറുപക്ഷത്തെത്തിച്ചുകൊണ്ട് ഒരു തൂക്കിലേക്ക് എത്തിക്കുക, അവിടെ നിന്ന് നറുക്കെടുപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് LDF പയറ്റാൻ ഉദ്ദേശിക്കുന്ന തന്ത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.